ഞാൻ ഡോക്ടർ രാജു കെ ബേബി കൊട്ടാരക്കരയ്ക്കടുത്ത് പ്രയർ ക്ലിനിക് എന്ന് പറയുന്ന തൃക്കണമംഗൽ നടത്തുന്നു. ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഈ മെഡിക്കൽ രംഗത്തുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഭയാനകമായ രോഗത്തെക്കുറിച്ച് അല്പം പറയണമെന്ന് വിചാരിച്ചത്. ഇന്ന് ചൈനയിൽ നമ്മൾ 2 ദിവസം മുമ്പ് വായിച്ചു, ആ ചൈനയിൽ ഒരു പ്രത്യേക വൈറസിനെ കണ്ടെത്തി. അത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന വൈറസാണ്. അപ്പോൾ ആ വൈറസ് ചില ആൾക്കാർക്ക് കിട്ടിയതുകൊണ്ട് ചൈനയിലെ ഒരു ഭാഗത്ത് ആൾക്കാരെല്ലാം കൂടെ ഈ സ്വാബ് എടുക്കാനും അതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്ക് തള്ളിക്കയറാനും ഒക്കെ ശ്രമിക്കുകയാണ്. മെഡിക്കൽ ക്ലിനിക്കിലേക്കൊക്കെ തള്ളിക്കയറാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇത് പേടിക്കാനായിട്ടൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ ഇന്ന് ബാംഗ്ലൂരിൽ 2 കുട്ടികൾക്ക് 8 മാസം പ്രായമുള്ള 2 കുട്ടികൾക്ക് ഇത് കണ്ടതുകൊണ്ട് ഇത് ഭാരതത്തിലോട്ട് വരുമോയെന്ന് സംശയമുണ്ട്. മലേഷ്യയിൽ തന്നെ ഏതാണ്ട് 1-2 കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു. നമുക്ക് എപ്പോഴും പറയാനുള്ളത് എന്താണ്? ആശങ്കയുടെ ഭയത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് കരുതൽ മതി. ഈ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് അല്ലെങ്കിൽ സാധാരണ ഒരു ജലദോഷപ്പനി പോലെയാണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അതിന് ലോകലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മൂക്കിൽ കൊല്ലി ജലദോഷം വരിക, ശരീരത്തിന് അസ്വസ്ഥതകൾ വരിക, അതുപോലെ പനി വരിക, ശരീരത്തിന് വേദന വരിക, അതുപോലെ മൂക്കടപ്പ്, തൊണ്ടവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരിക. അത് സാധാരണഗതിയിൽ 3 മുതൽ 5 ദിവസം വരെ പ്രായമുള്ള 3 മുതൽ 5 ദിവസം വരെ ഉള്ള സമയത്താണ് ഇത് മറ്റൊരു വ്യക്തിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ മിക്ക കേസുകളും കുഴപ്പമില്ലാതെ തന്നെ പോകും. ഈ ജലദോഷം പോലൊരു പനി വന്നിട്ട് അത് നമുക്ക് മനസ്സിലാകുമ്പോഴും ചിലപ്പോൾ പറ്റുന്നിരിക്കത്തില്ല. അത് പെട്ടെന്ന് ഒരു ജലദോഷം പോലൊരു പനി വന്നിട്ട് അങ്ങ് പോകും. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് 5 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തീരുന്നില്ല. അവർക്ക് ശ്രദ്ധിക്കാതിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതിരിക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കുട്ടികൾക്ക് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഡയബറ്റീസ്, അതുപോലെ 65 വയസ്സിന് മേലുള്ള പ്രായമുള്ള ആൾക്കാർ, ഇവരിലൊക്കെ ഇത് വളരെ സാധാരണമായി പെട്ടെന്ന് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ 6 ദിവസം കൊണ്ടല്ലേ ഒരാഴ്ച കൊണ്ട് പോകേണ്ട അസുഖം അതവിടെ നിന്നിട്ട് അത് നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്യും. ലങ്സിനെ അഫക്റ്റ് ചെയ്തിട്ട് അത് ലങ്സിനെ ന്യൂമോണിയ ആയിട്ട് ബാധിക്കും. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റിയിലും റെസ്പിറേറ്ററി അറസ്റ്റിലും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് അപകടകാരിയാണെന്ന് പറയുന്നത്. മറ്റെല്ലാ വൈറസും പോലെ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, അതുപോലെ കോവിഡ് വൈറസ് എന്ന് പറയുന്ന പോലുള്ള 19 വൈറസ് പോലുള്ളൊരു പനി പോലെ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അത് ന്യൂമോണിയാണ് അതിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷനായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഭയചരിതരാകരുത്. ഭയപ്പെടാനായിട്ടൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് കഴുകുകയോ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുകയോ ചെയ്യണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ മുഖത്തെപ്പോഴും ഒരു മാസ്ക് വെച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇൻഫെക്ഷൻ വേറെ ഉള്ളവർക്ക് പിടിക്കാതിരിക്കാനും അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാതിരിക്കാനും ഒക്കെ അത് ഇടയാകും. പിന്നെ നമ്മൾ കൈ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കഴുകണം. അതുപോലെ നല്ല ശുദ്ധിയും നമ്മുടെ വെടിപ്പും നമുക്ക് നന്നായിട്ട് വേണം. അതൊരുമാതിരി ഇലപ്പെട്ട എല്ലാ രോഗത്തിനും അത് ആവശ്യമാണ്. ഈ ശുദ്ധിയും വെടിപ്പും ഇല്ലാത്ത സ്ഥലത്താണ് ഇത് ഏറ്റവും കൂടുതൽ പകരാനുള്ള സാധ്യത. ആടുകൾ ക്രൗഡഡായിട്ട് താമസിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലദോഷം പോലെ തുടങ്ങും, പിന്നീട് ന്യൂമോണിയ പോലെ വരും, പിന്നീട് ചിലപ്പം ഭയാനകമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതേക്കുറിച്ചൊരു ആശങ്കയുടെ ആവശ്യമില്ല, നമുക്ക് കരുതൽ മാത്രം മതി. ഇപ്പോൾ എയർപോർട്ടിലൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. ചൈനയിൽ എന്ത് നടക്കും എന്നുള്ളത് ചൈനക്കാർക്ക് അറിയാവൂ, വേറൊരു രാജ്യത്തും എവിടെയൊന്നുമില്ല. ഇതിന് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും വലുതായിട്ടില്ല. റിബാവറിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ആൻറ്റിവൈറൽ മരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം പാരസെറ്റമോൾ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുക. പ്രത്യേകിച്ച് വാക്സിനേഷൻ ഒന്നും അവൈലബിൾ അല്ല. ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തൊണ്ടയിൽ നിന്നും സ്വാബെടുത്ത് അത് ടെസ്റ്റിങ്ങിനായിട്ട് അയക്കുക. ഇതിന് ഇതുവരെയും വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഈ അസുഖം
ഒരു പാൻഡമിക് ആയിട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ശുചിത്വവും സാനിറ്റൈസർ ഉപയോഗവും നമ്മുടെ കൈയുടെ വെടുപ്പമാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിലൊന്നൊക്കെയും നമുക്ക് മനസ്സിലായി. അതുപോലെ ധാരാളമായിട്ടുള്ള വെള്ളം കുടിക്കുക, അതുപോലെ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം അങ്ങ് ചികിത്സിക്കാതെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം. അതാണ് അതിൻ്റെ ആവശ്യം. ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഓക്കെ, താങ്ക് യു.